അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഖത്തറിൽ എങ്ങനെ ഫ്രീ ആയി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളൊരു ചെറിയ സേവിങ് ആഗ്രഹിക്കുന്നുണ്ടോ, ഖത്തറിൽ അക്കൗണ്ട് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ഖത്തർ ഇസ്ലാമിക് ബാങ്കിൻ്റെ ആപ്പ് വഴി ആരുടെയും സഹായമില്ലാതെ തന്നെ മൊബൈൽ വഴി നമുക്ക് ഫ്രീ ആയി തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവായി നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോ സഹിതം നമുക്ക് കണ്ട് മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ QIBയുടെ മൊബൈൽ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ചെറിയ ശമ്പളക്കാർക്ക് പോലും, ഹൗസ് ഡ്രൈവർ, ഹൗസ് മെയ്ഡ് പോലെയുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. അതിനുവേണ്ടി ആകെയുള്ള ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്പോൺസർക്ക് QIBയുടെ ഒരു അക്കൗണ്ട് ഏതെങ്കിലും ഖത്തറിലെ ഒരു ബാങ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ താഴെ കാണാൻ കഴിയും ഓപ്പൺ ന്യൂ അക്കൗണ്ട് ഇൻസ്റ്റൻ്റ്ലി എന്നുള്ളത്. അത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ലൊക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ലൊക്കേഷൻ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ അലോ കൊടുക്കുക. ലൊക്കേഷൻ വെരിഫിക്കേഷൻ ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെയുള്ളൊരു പേജാണ്. ആ പേജ് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ കഴിയും ഖത്തർ ID നമ്പർ. നമ്മുടെ ഖത്തർ ID നമ്പർ കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഖത്തർ IDയുടെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എന്നുള്ളവ വളരെ കൃത്യമായി തന്നെ നമ്മളവിടെ രേഖപ്പെടുത്തുക. ഈ ഒരു പേജ് കൃത്യമായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് വരുന്ന OTP വളരെ കൃത്യമായി തന്നെ മുകളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ OTP കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ളൊരു പേജാണ് നമുക്ക് അടുത്തായിട്ട് ഓപ്പൺ ആയി വരിക. അവിടെ നമുക്ക് പേഴ്സണലെന്നും വർക്കെന്നും കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ളത് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ കഴിയും ഡൊമസ്റ്റിക് വർക്കർ അക്കൗണ്ട് എന്നുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പേജ് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയി വരുന്നത് ഇതുപോലെയുള്ളൊരു പേജാണ്. കൃത്യമായി വായിച്ച ശേഷം നമുക്ക് താഴെ കാണാൻ കഴിയും പ്രൊസീഡ് ടു ഓപ്പൺ അക്കൗണ്ട്. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ സ്പോൺസറിന് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ QIB അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ശേഷം ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയി വരിക. അവിടെ സ്പോൺസറുടെ ഖത്തർ ID നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ കഴിയും നെക്സ്റ്റ് എന്നുള്ളത്. ആ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുക. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഖത്തർ IDയുടെ ഫോട്ടോ ആഡ് ചെയ്യാനാണ്. കൃത്യമായി തന്നെ നമ്മളവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഖത്തർ IDയുടെ ഫോട്ടോ കൃത്യമായി തന്നെ രണ്ട് വശവും ക്ലിയറോട് കൂടി തന്നെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ID അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതേ ഞാനിവിടെ നമ്മുടെ ID വളരെ കൃത്യമായി തന്നെ സ്കാൻ ചെയ്ത് ഇരുവശവും അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ വന്നതിന് ശേഷം, ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട് ഇരുവശവും വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുക. അങ്ങനെ സ്കാനായി വന്നതിന് ശേഷം എന്തെങ്കിലും ക്ലിയർ കുറവോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റീസ്കാൻ കൊടുക്കാനുള്ള ഓപ്ഷൻസും നമുക്ക് അവിടെ കാണാൻ കഴിയും. കൃത്യമായി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തുക. അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് കാണാൻ കഴിയുന്നത് ഇതുപോലെയുള്ളൊരു പേജാണ്. നമ്മുടെ IDയുടെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ ID നമ്മളെടുത്ത് സ്കാൻ ചെയ്തിട്ടുള്ള ഫോട്ടോയും നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് കൃത്യമായി പരിശോധിച്ച ശേഷം താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്താണെങ്കിൽ, മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്നും, നമ്മുടെ എഡ്യൂക്കേഷൻ ഏതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എങ്കിൽ അതും കൊടുത്തതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ പാസ്പോർട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ID എങ്ങനെയാണ് സ്കാൻ ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും ഇവിടെ നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ പാസ്പോർട്ട് കൃത്യമായി തന്നെ ഇവിടെ സ്കാൻ ചെയ്യുന്നതിനായിട്ട് സ്കാൻ യുവർ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. കൃത്യമായതെല്ലാം പരിശോധിച്ചതിന് ശേഷം എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, താഴെ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത പാസ്പോർട്ട് നമുക്ക് താഴെ കാണാൻ കഴിയും. നമ്മൾ കൺഫേം എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിലേക്ക് ഇതുപോലുള്ളൊരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫി ഒരു ഫോട്ടോയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് കൃത്യമായി തന്നെ നമ്മുടെ ഫേസ് ഫുള്ളായി കവർ ചെയ്യുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. അതിനായിട്ട് ടേക്ക് എ സെൽഫി എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളത് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും സ്ക്രീനിൽ നമ്മളിതുപോലെ റൗണ്ട്, നമ്മളിപ്പോൾ ഈ ഫോണിൽ കാണുന്നത് പോലെ തന്നെ ഒരു റൗണ്ടിൽ നമ്മുടെ മുഖം സ്കാൻ ചെയ്യുന്ന ഭാഗത്തിനുള്ള ക്യാമറ ഓണായി വരുന്നതാണ്. കൃത്യമായി തന്നെ നമ്മളതിൽ ഫോട്ടോ എടുക്കുക. ഇനി എന്തെങ്കിലും ബ്ലർ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റീടേക്ക് എടുക്കാനുള്ള ഓപ്ഷൻസുകളും അത് നമുക്കതിൽ കാണാൻ കഴിയും. റീടേക്ക് എല്ലാം എടുത്ത് ക്ലിയർ ആയതിനു ശേഷം നമ്മളത് അപ്ലോഡ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് ഓപ്പൺ ആയി വരിക. ഈ ഓപ്പൺ ആയി വന്ന പേജിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കൊടുത്തിട്ടുള്ള നമ്മുടെ റെസിഡൻസ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഹോം കൺട്രി മറ്റുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കൊടുത്തതിന് ശേഷം തന്നെ താഴെ കാണുന്ന ബോക്സിൽ നമ്മൾ സിഗ്നേച്ചർ ചെയ്യേണ്ടതുണ്ട്. സിഗ്നേച്ചർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ വൈറ്റ് പേപ്പറിൽ ആദ്യം നമ്മുടെ സിഗ്നേച്ചർ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയതിന് ശേഷം ആ ഫോട്ടോയാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ആ ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം
താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ളൊരു പേജാണ്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എല്ലാം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ശേഷം നമ്മൾ പ്രൊസീഡ് എന്നുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇത് വെറും ഓപ്ഷനിലാണ്, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം സുഹൃത്തുക്കളെ ഇതുപോലുള്ളൊരു പേജാണ് അടുത്തായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് എന്തെങ്കിലും ടാക്സ് പർപ്പസോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം കാണുന്ന നോ ഐ ആം നോട്ട് എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ഒരിക്കൽ കൂടി ടച്ച് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് വരുന്നത്. കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം തന്നെ ഐ അഗ്രി എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ QIB ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഈ കോളത്തിൽ നമുക്കിവിടെ യൂസർ നെയിം കൊടുക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. കൺഫേം പാസ്വേഡ് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സുഹൃത്തുക്കളെ കൺഗ്രാജുലേഷൻ, നമ്മുടെ അക്കൗണ്ട് ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ അക്കൗണ്ട് നമ്പർ കാണാൻ കഴിയും, അതുപോലെ നമ്മുടെ IBAN നമ്പർ കാണാൻ കഴിയും. അതെല്ലാം കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ഡീറ്റെയിൽസ് മുന്നേ കൊടുത്തിട്ടുള്ള നമ്മുടെ ഇമെയിലിലോട്ട് കൃത്യമായി തന്നെ നമ്മുടെ ATMത്തിൻ്റെ വിവരങ്ങൾ മറ്റുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായി തന്നെ അവർ മെയിൽ അയക്കുന്ന വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഫോൺ വഴി തന്നെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചെറിയ ശമ്പളക്കാർക്ക് നിങ്ങളൊരു ചെറിയൊരു സമ്പാദ്യം അല്ലെങ്കിൽ ചെറിയൊരു നീക്കിരിപ്പ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.